ഹലോ മക്കളെ, പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? നിങ്ങൾ റിവിഷൻസൊക്കെ ഒരുവിധം പൂർത്തിയായി കാണും. ഇപ്പം മിസ് ഇങ്ങനെ ഓടി വന്നൊരു കാര്യം പറയാനായിട്ട്. എന്താണെന്നറിയാവോ, നമ്മുടെ 10th മാത്സിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്രയൊക്കെ മാർക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ? അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് നമുക്ക് ഇതുവരെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 10 മുതൽ 14 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. 10 മുതൽ 14 മാർക്ക് വരെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് വരുന്നത് സർക്കിളാണ്. സർക്കിൾ എന്ന ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വെയിറ്റേജ് മാർക്ക് എത്രയാണ്? 12 മുതൽ 18 മാർക്ക് വരെയാണ് സർക്കിൾ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത ചാപ്റ്റർ ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അതിൻ്റെ വെയിറ്റേജ് വരുന്നത് 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെയാണ്. 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് വരാവുന്നതാണ്. അടുത്തത് വരുന്നതാ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയിൽ നിന്ന് 5 മുതൽ 9 വരെയുള്ള മാർക്കുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത ചാപ്റ്റർ ഏതാണ്? കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാർക്ക് 7 മുതൽ 10 വരെയുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചാപ്റ്റർ ഏതാണ്? ടാൻജൻറ്റ്. ടാൻജൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നും 10 മുതൽ 12 വരെയുള്ള മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സോളിഡ്സ് 10 മുതൽ 14 വരെ. അപ്പോൾ സോളിഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഒരിക്കലും ഇത്തരം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നന്നായി റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം കേട്ടോ. ജോമെട്രി ആൻഡ് അൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണത്. 12 മുതൽ 17 വരെയാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. നെക്സ്റ്റ് ഏതാണ്? പോളിനോമിയൽസ്. 4 മുതൽ 6 വരെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാവുന്നത്. ലാസ്റ്റായിട്ട് വരുന്നത് ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എത്ര മാർക്കാണ് ഇതിൻ്റെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? 5 മുതൽ 8 വരെ. എന്തുകൊണ്ടാണ് മിസ് ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഈ വെയിറ്റേജ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതെന്ന് അറിയാവോ? ഈ വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ സമയം കിട്ടാത്തവരുണ്ടാകാം, ചിലപ്പോൾ റിവൈസ് ചെയ്ത് മറന്നു പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം സ്കിപ്പ് ചെയ്യും. അപ്പം നമ്മൾ വെയിറ്റേജ് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മാർക്കുകൾ ഇത്രയും പ്രതീക്ഷിക്കുന്ന ചാപ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ മാർക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സ് ഇതിൽ ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾ, ജോമെട്രി ആൻഡ് അൾജിബ്ര. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നന്നായി പഠിക്കുക, നന്നായി റിവൈസ് ചെയ്യുക. പ്രോബ്ലംസൊക്കെ ഇക്വേഷൻസൊക്കെയും നന്നായി റിവൈസ് ചെയ്യുക. പിന്നെ ഇക്വേഷൻസ് ഓർത്തിരിക്കാനായിട്ട് ഒരു എളുപ്പ വഴി മിസ് പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ആ ഇക്വേഷൻസിനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഇക്വേഷൻസ് കാണുമ്പോൾ ആ റിലേറ്റീവ്സിനെ നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. ഒരു ചെറിയ ട്രിക്കല്ലേ? ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നന്നായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ പാറ്റേൺസാണ് എക്സാമിന് എഴുതേണ്ടത്, എത്ര ക്വസ്റ്റ്യൻസാണ് ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം? 3 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്തേണ്ടത്. അതിൽ എത്ര മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും? 2 മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. അടുത്ത് നിങ്ങൾ നോക്കിയേ, 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്? 4 വരെയുള്ള 4 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് ലഭിക്കുന്ന മാർക്ക് 3 മാർക്ക് വെച്ചിട്ടാണ്. അടുത്തത് 11 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം? 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് 22 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം? 6 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യണത്. ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്ക് വീതമാണ്.
ഇത് നിങ്ങൾ ഒന്നോടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ക്വസ്റ്റ്യനും ഏതൊക്കെ രീതിയിലാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നാണ് മിസ് പറഞ്ഞു തന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നന്നായി പഠിച്ച് നന്നായി റിവൈസ് ചെയ്ത് നല്ല മനസ്സമാധാനത്തോടു കൂടി പരീക്ഷ എഴുതണം. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.